ഹായ് ഓൾ. റോണ്ട ബെർണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 12ാമത്തെ ദിവസത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ സിറ്റുവേഷൻസിലും നമുക്ക് കൂടെ നിന്ന് സഹായം ചെയ്ത ആൾക്കാരെക്കുറിച്ചാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ വെളിച്ചം കെട്ടുപോകുമ്പോൾ മറ്റാരെങ്കിലും അത് തെളിയിച്ചു തരാറുണ്ട്. നമുക്കുള്ളിലെ തിരി തെളിയിച്ചവരെ തീരാത്ത നന്ദിയോടെ നമ്മൾ ഓരോരുത്തരും സ്മരിക്കേണ്ടതുമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റു മനുഷ്യരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സഹായമോ നിർദ്ദേശങ്ങളോ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന വിധത്തിൽ ചിലർ നമുക്ക് പ്രോത്സാഹനമോ മാർഗനിർദ്ദേശമോ നൽകുകയോ അതുമല്ലെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തായിരിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയ നമ്മളെ സ്പർശിച്ച മനുഷ്യരെ മറന്നു പോകാനുള്ളൊരു പ്രവണതയുണ്ട്. ചില മനുഷ്യർ നമ്മളിൽ ഉണ്ടാകുന്ന സ്വാധീനം കാലമേറെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴാകും നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ മാന്ത്രികമായി നിങ്ങൾക്ക് ദിശാമാറ്റം ഉണ്ടാക്കിയതിൽ ആ വ്യക്തി വഹിച്ച സുപ്രധാന പങ്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വ്യക്തി ഒരുപക്ഷെ അധ്യാപകനോ അല്ലെങ്കിൽ അങ്കിളോ ആൻറ്റിയോ മുത്തശ്ശനോ മുത്തശ്ശിയോ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തോ ആരുമാകാം. അവരായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ പങ്കാളിയെ വരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന അവരായിരിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാഷനുകളിൽ ഒന്നായി എന്തിലേക്കെങ്കിലും താല്പര്യം വരെ വളർത്തിത്തന്നത് അവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുക പോലുമില്ലാത്ത ഒരാളാകാം. കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന ദയാവായ്പുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കടന്നു പോകുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ മാന്ത്രിക മനുഷ്യരെപ്പറ്റി നമുക്ക് ഓർക്കാം. പകൽ സമയത്ത് തനിച്ചിരിക്കാൻ പറ്റിയ സ്ഥലത്ത് കുറച്ച് സമയം ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ 3 അസാധാരണ മനുഷ്യരെപ്പറ്റി ചിന്തിക്കുക. ഇപ്പോൾ അവർ 3 പേരുമുണ്ടെങ്കിൽ ഓരോരുത്തരെയായി എടുക്കുക. അവർ അവിടെ ഉണ്ടെന്ന പോലെ ഉച്ചത്തിൽ ഓരോരുത്തരോടും സംസാരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരോട് നന്ദിയുള്ളവർ ആയിരിക്കുന്നതെന്നതിന് അവരോട് നിങ്ങൾ കാരണങ്ങൾ പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നുകൂടി പറയാം. ഈ സെഷനിൽ തന്നെ 3 പേരുമായി മാന്ത്രിക പരിശീലനം നടത്തുന്നു ഉറപ്പാക്കുക. എന്തെന്നാൽ ഇത് നിങ്ങളുടെ നന്ദിയുടെ അനുഭവം വളരെ ആഴമുള്ളതാക്കും. എന്നാൽ ഈ മാന്ത്രിക പരിശീലനം ഒരു ദിവസത്തിൽ പല തവണകളായി ചെയ്താൽ അത്രയധികം ആഴത്തിലുള്ള നന്ദി അനുഭവിക്കാനാകില്ല, മാന്ത്രികതയും ലഭിക്കില്ല. നിങ്ങൾ പറയേണ്ടതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ പറയുന്നു. നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം പിന്തുടരുന്നതിന് നീ എന്നെ അന്ന് പ്രോത്സാഹിപ്പിച്ചതിന് നിന്നോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞാൻ ആകെ മനസ്സിടറി ആശങ്കപ്പെട്ട് സമയത്ത് നിൻ്റെ വാക്കുകൾ എന്നെ ഒരുപാട് സ്പർശിച്ചു. അതെന്നെ നിരാശയിൽ നിന്ന് ഉയർത്തി. നീ പറഞ്ഞതുപോലെ എൻ്റെ സ്വപ്നം പിന്തുടരാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചു. അതുപോലെ എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നീ വരുത്തിത്തന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. എനിക്ക് സന്തോഷിക്കാതിരിക്കാനാകില്ല. എല്ലാം നീ അന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സാധ്യമായത്. നന്ദി, നന്ദി, നന്ദി. നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയേണ്ടത് സുപ്രധാനമാണ്. അതേക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകില്ല. പകരം കൂടുതൽ പറയുന്തോറും കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നു. ഈ പരിശീലനത്തിലൂടെ മാന്ത്രികതയുടെ ഒരു വിസ്ഫോടനം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന കൃതജ്ഞതാ പ്രകാശനങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രവൃത്തിയാണ് ഈ ഒരു പ്രാക്ടീസ്. ഉച്ചത്തിൽ കൃതജ്ഞതാ പ്രകാശനം നടത്താൻ നിങ്ങൾക്ക് നിർവാഹമില്ലെങ്കിൽ ഓരോരുത്തർക്കും കത്തുകൾ എഴുതുന്നത് പോലെ നന്ദിയുടെ സൂചകമായ വാക്കുകൾ അഡ്രസ് സഹിതം എഴുതാവുന്നതാണ്. ഈ പരിശീലനം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ അനുഭവ രീതികളിൽ വളരെ വലിയ വ്യത്യാസമുണ്ടാകും. നന്ദിയുടെ ശക്തി പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവ് എന്താണെന്നാൽ ഇത് ആത്യന്തികമായി നിങ്ങളെ സന്തുഷ്ടനാക്കും എന്നതാണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നതാണ് നന്ദിയുടെ പ്രകാശ ശക്തിയുടെ രണ്ടാമത്തെ തെളിവ്. ഇതൊന്നും മതിയാകാത്തതുപോലെ നന്ദിയുടെ പ്രകാശനത്തിന് ശേഷമുള്ള സന്തോഷവും കൂടുതൽ മനോഹരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഇത് നിങ്ങളെ കൂടുതൽ സന്തുഷ്ടനാക്കും. അതാണ് ജീവിതത്തിൻ്റെ മാന്ത്രികത. അതാണ് നന്ദിയുടെ മാന്ത്രിക ശക്തി. നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രാക്ടീസുകളിൽ മുടങ്ങാതെ ചെയ്യേണ്ട പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ കൗണ്ട്സ് എല്ലാ ദിവസവും അത് എഴുതുക. അതിനുശേഷം നന്ദി നന്ദി എന്നുള്ള വാക്കുകൾ നിങ്ങൾ ഉരുവിടുക.
ഒരു ലിസ്റ്റ് പ്രകാരം ഒരു സമയം ഒരാൾ എന്ന കണക്കിൽ നിങ്ങളെ സഹായിച്ച ആൾക്കാരെ എടുക്കുക. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും നിങ്ങൾ എന്തുകൊണ്ടാണ് നന്ദിയുള്ളവനായിരിക്കുന്നതെന്ന് പറയുക. അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നും അവരോട് പറയുക. ഇന്ന് കുറച്ച് സമയം തനിച്ചിരിക്കാൻ പറ്റിയ നിശബ്ദമായ ഒരിടം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന 3 പേരുടെയും ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഭവം എഴുതുക. ശേഷം ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള മാന്ത്രിക കല്ലുണ്ടല്ലോ, കയ്യിലെടുത്ത് ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി പറയുക. ഈ മാന്ത്രിക കല്ല് നമ്മളുടെ ശരിക്കും ഒരു മാന്ത്രിക കല്ല് തന്നെയായി നമ്മുടെ ലൈഫിൽ മാറാൻ വളരെയധികം വിലപ്പെട്ടുള്ള ഒരു നിധിയായി നമ്മളുടെ ഈ മാന്ത്രിക കല്ല് മാറാൻ നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ ഈ പ്രാക്ടീസ് എല്ലാവരും ചെയ്തു നോക്കുക. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്, നന്ദി ഉണ്ടായാൽ മാത്രമേ മനുഷ്യർക്ക് ആ ഒരു ലൈഫിൻ്റെ ഒരു പൂർണ്ണത എത്തുകയുള്ളൂ. നമ്മൾ നന്ദിയില്ലാത്തവരായി ജീവിച്ച് മരിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ ആ ലൈഫ് വളരെ വലിയ കഷ്ടമായി തന്നെ ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരും. നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ സോള്, നമ്മുടെ ഉള്ളിലൊരു സോളുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മളുടെ ആത്മാവിനുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. നമ്മൾ ഈ യൂണിവേഴ്സുമായി ഒരു ശക്തമായ വളരെ പവർഫുള്ളായൊരു ബോണ്ടിങ് നന്ദിയുടെ മാന്ത്രിക ശക്തിക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മളെപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും യൂണിവേഴ്സിൻ്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ കൈക്കുമ്പിളിലായിരിക്കും നമ്മളുടെ ഓരോ നിമിഷവും പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് വീണ്ടും വീണ്ടും പറയുന്നത്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം മാത്രം നമുക്കിതിനു വേണ്ടി എടുത്താൽ മതി. എന്തുമാത്രം സമയം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ദിവസത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നല്ലത് വരുത്താനുള്ള, നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാനുള്ള, നമ്മുടെ ലൈഫിന് ഇത്രയും ബ്യൂട്ടിഫുള്ളാക്കാനായിട്ടുള്ള ഈ ചെറിയ പ്രാക്ടീസുകൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ അതായത് ആ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ഓരോ നിമിഷവും ബോധേഡായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അതിൻ്റെ വാല്യൂ ശരിക്കും നിങ്ങൾക്കത് ഫീലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്നും പ്രാക്ടീസ് ചെയ്യുന്നവർ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.